സ്വാർത്ഥത നിറഞ്ഞ ഈ ലോകത്ത് മനുഷ്യബന്ധങ്ങളും മൂല്യങ്ങളും പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയാണ്. പണ്ടൊക്കെ മക്കൾക്ക് വേണ്ടിയായിരുന്നു മാതാപിതാക്കളുടെ ജീവിതം. കുഞ്ഞുങ്ങളെ വളർത്താൻ സ്വന്തം സുഖവും സന്തോഷവും മാറ്റിവെച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എന്താണ് കുടുംബങ്ങളുടെ അവസ്ഥ? പരസ്പരം പോരടിക്കുന്ന ദമ്പതികൾ, വഴിവിട്ട ബന്ധങ്ങൾ, സംശയരോഗവും ദാമ്പത്യ തകർച്ചയും. ഇവിടെ ഇരകളാകപ്പെടുന്ന മക്കളെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അച്ഛനമ്മമാരുടെ വഴക്കും പ്രശ്നങ്ങളും കണ്ടുവളരുന്ന കുഞ്ഞുങ്ങളുടെ ഭാവിയും സ്വപ്നങ്ങളും തകർന്നടിയുകയാണ്. തിരുവനന്തപുരം നാലാഞ്ചിറയിലെ 4 കുട്ടികളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിലൊരു വിങ്ങലാണ്. മാതാപിതാക്കളുടെ കലഹം കണ്ടുവളർന്ന മക്കൾ, പിന്നീട് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെ നേരിൽ കാണേണ്ടി വന്നതിൻ്റെ നടുക്കം, ഒടുവിൽ അച്ഛൻ്റെ ആത്മഹത്യയും. ഇവിടെ അനാഥരായ 4 കുട്ടികളെ ഇനി ആര് വളർത്തുമെന്നതാണ് മറ്റൊരു ചോദ്യം. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. അച്ഛൻ്റെ കൊലക്കത്തിക്കിരയായി അമ്മ ജീവൻ വെടിയുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന മക്കൾ, പിന്നീട് അച്ഛൻ്റെ ആത്മഹത്യയും. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അനാഥരായി മാറേണ്ടി വന്ന 4 കുട്ടികൾ. തിരുവനന്തപുരം നാലാഞ്ചിറയിലെ ചോര തളം കെട്ടി നിൽക്കുന്ന വീട്ടിലിപ്പോൾ കണ്ണീർ കടലാണ്. ആ മക്കളെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ നിസ്സഹായരായ നാട്ടുകാർ. ഭാര്യയെ കഴുത്തൊറുത്ത് കൊലപ്പെടുത്തിയ ശേഷം നാടുവിട്ട ഭർത്താവ് സുരേഷിനെ തമിഴ്നാട്ടിലെ ചിദംബരത്തിന് സമീപം റെയിൽവേ ട്രാക്കിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ട്രെയിനിന് മുന്നിൽ ചാടി ഇയാൾ ആത്മഹത്യ ചെയ്താകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ബുധനാഴ്ച പുലർച്ചെയാണ് നാലാഞ്ചിറയിലെ വാടക വീട്ടിൽ വെച്ച് കുടുംബവഴക്കിനെ തുടർന്ന് സുരേഷ് ഭാര്യ ഹസീനെ മക്കളുടെ മുന്നിലിട്ട് കഴുത്തറുത്തും നെഞ്ചിൽ കുത്തിയും കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം കാറിൽ രക്ഷപ്പെട്ട സുരേഷ് പോലീസിനെ കബളിപ്പിക്കാനായി തന്റെ മൊബൈൽ ഫോൺ തിരുവനന്തപുരം കിള്ളിപ്പാലത്തെ കടയിൽ ഉപേക്ഷിച്ചു. ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറ് പിന്നീട് ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇവിടെ നിന്ന് പ്രതി ട്രെയിൻ മാർഗം തമിഴ്നാട്ടിലേക്ക് കടന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ഒളിവിൽ പോകുന്നതിനിടയിൽ സുരേഷ് മൂത്ത മകളെ ഫോണിൽ വിളിച്ച് താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് അറിയിച്ചിരുന്നതായി ബന്ധുക്കൾ വ്യക്തമാക്കി. അതിനിടെ രാവിലെ ചിദംബരം റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം തമിഴ്നാട് പോലീസ് കൈമാറിയ ചിത്രങ്ങൾ പരിശോധിച്ചതിലൂടെ സുരേഷിന്റേത് തന്നെയെന്ന് കേരള പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഔദ്യോഗിക നടപടികൾക്കായി സുരേഷിന്റെ കുടുംബാംഗങ്ങൾ തമിഴ്നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഹസീനയും സുരേഷും തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ചൊവ്വാഴ്ച രാത്രിയും വഴക്കുണ്ടായി. ഒരാഴ്ചയായി ഹസീനയെ കാണാനില്ലായിരുന്നു. ഇത് സംബന്ധിച്ച് സുരേഷ് മണ്ണന്തല പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇതിനിടയിൽ വിഷം കഴിച്ച് ജീവനൊടുക്കാനും സുരേഷ് ശ്രമിച്ചിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിളിച്ചതിനെ തുടർന്ന് ഹസീന തിരിച്ചെത്താൻ സന്നദ്ധത അറിയിച്ചു. തുടർന്ന് ഇവരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ഹസീനയുടെ മാതാവിനെയും മക്കളെയും കൂട്ടിയാണ് വീട്ടിലേക്ക് വിട്ടത്. എന്നാൽ പുലർച്ചെ ഇരുവരും തമ്മിൽ വീണ്ടും വഴക്കുണ്ടാവുകയും കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു. കൊലപാതകം നേരിൽ കണ്ട മൂത്ത മകളാണ് ഫോണിൽ വിളിച്ച് മണ്ണന്തല പോലീസിന് വിവരം അറിയിച്ചത്. കൊലപാതകത്തിന് ശേഷം കത്തി കുളിമുറിയിൽ കൊണ്ടുപോയി കഴുകിയ ശേഷമാണ് സുരേഷ് കാറിൽ കയറിപ്പോയത്. വട്ടിയൂർക്കാവ് മേലത്തുമേലെ സ്വദേശിയായ സുരേഷും മണക്കാട് സ്വദേശിയായ ഹസീനയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. മണ്ണന്തല വട്ടിയൂർക്കാവ് മേഖലകളിൽ വാടക വീടുകളിലാണ് ഇവർ നേരത്തെ താമസിച്ചിരുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പെൺവാണിഭ ഇടപാടുകൾക്ക് വേണ്ടി ആപ്പ്, എസ്കോർട്ടിന് സ്ത്രീകളടങ്ങുന്ന സംഘം. കൊച്ചിയിൽ പെൺവാണിഭ കേന്ദ്രം നടത്തിയിരുന്ന അക്ബർ അലിയുടെ ഹൈടെക് രീതിയാണിത്. ആരാണ് അക്ബർ അലി എന്നറിയാമോ? കൊച്ചിയിൽ പെൺകുട്ടികളെ ക്രൂരമായി ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് അലിയുടെ പെൺവാണിഭ ലഹരി ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഇതര സംസ്ഥാനത്ത് നിന്ന് യുവതികളെ എത്തിച്ച് ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നതായിരുന്നു ഇയാളുടെ രീതി. പണം കൈമാറാൻ അക്ബർ അലിയുടെ അക്കൗണ്ടിന്റെ QR കോഡാണ് ലോഡ്ജിൽ നൽകിയിരുന്നത്. കൊച്ചി കലൂരിൽ കമന്റ് അടിച്ചത് ചോദ്യം ചെയ്തതിന് പെൺകുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച സംഘത്തിന്റെ തലവൻ അക്ബർ അലി കഴിഞ്ഞ ജൂലൈയിൽ അറസ്റ്റിലായത്
ഹൈടെക് പെൺവാണിഭ കേന്ദ്രം നടത്തിപ്പിന്റെ പേരിലാണ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം പ്രവർത്തിച്ചിരുന്ന അനാശാസ്യ കേന്ദ്രത്തിൽ കഴിഞ്ഞ ജൂലൈയിൽ നടന്ന പരിശോധനയിൽ അസം, ബംഗാൾ സ്വദേശികളായ 6 യുവതികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി അക്ബർ അലിയാണ് സംഘത്തിന്റെ തലവനെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ യുവതികളെ എത്തിച്ചായിരുന്നു അക്ബറിന്റെ ഇടപാടുകൾ. എസ്കോർട്ട് സർവീസിന് സ്ത്രീകളെയും പുരുഷന്മാരെയും നൽകുന്ന ആപ്പിലൂടെയായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ. ഈ ആപ്പിലെ അക്കൗണ്ട് വഴിയായിരുന്നു ആവശ്യക്കാർ ബന്ധപ്പെടുക. തുടർന്ന് എത്തേണ്ട സ്ഥലത്തിന്റെ വിവരം അറിയിക്കും. ഇവിടെ എത്തുന്ന ഇടപാടുകാർ 3000 രൂപയാണ് ലൈംഗികാവശ്യത്തിനായി നൽകേണ്ടത്. ഇത് അക്ബർ അലിയുടെ പേരിൽ സ്ഥാപിച്ചിട്ടുള്ള QR കോഡ് വഴി ട്രാൻസ്ഫർ ചെയ്യണം. ഇതിനുശേഷം സ്ഥലത്തുള്ള യുവതികളിൽ നിന്നും ഇഷ്ടമുള്ളവരെ ആവശ്യക്കാർക്ക് തെരഞ്ഞെടുക്കാം. ഇതിൽ 1000 രൂപ മുതൽ 1500 രൂപ വരെയാണ് ഓരോ ഇടപാടുകൾക്കും യുവതികൾക്ക് നൽകുന്നത്. 750 രൂപ ഏജന്റിനും ബാക്കി തുക അക്ബർ അലിക്കും ലഭിക്കും. ഇടപ്പള്ളിയിൽ ഒരു അനാശാസ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എളമക്കര പോലീസ് ആദ്യം അന്വേഷണം നടത്തിയത്. ഇവിടെ എത്തിയെങ്കിലും പെൺകുട്ടികളെ കണ്ടെത്താനായില്ല. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന അക്ബറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനിടെ കടവന്തറ പോലീസിന് ഒരു പെൺവാണിഭ കേന്ദ്രത്തെക്കുറിച്ച് വിവരം ലഭിച്ചു. അവിടെ നടത്തിയ റെയ്ഡിൽ നിന്നാണ് അക്ബറിന്റെ പങ്ക് കടവന്തറ പോലീസ് അറിയുന്നത്. ഈ സമയം എളമക്കര പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു അക്ബർ. പിന്നീട് സ്ത്രീകൾക്കൊപ്പം അക്ബറിന്റെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു. പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം അക്ബർ വീണ്ടും പെൺവാണിഭ ഇടപാടുകളും ലഹരി വിൽപ്പനയുമായി സജീവമായി. കഴിഞ്ഞ ദിവസം പെൺകുട്ടികളെ ആക്രമിച്ച ശേഷം ഒളിവിൽ പോയ അക്ബർ നടത്തിയിരുന്ന ലോഡ്ജ് പോലീസ് റെയ്ഡ് ചെയ്തിരുന്നു. 3 നിലയിലുള്ള ലോഡ്ജിന്റെ 2ാം നിലയിൽ പെൺവാണിഭ കേന്ദ്രം നടത്തുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. സെക്സ് റാക്കറ്റ് ഇടപാടിൽ അക്ബറിന്റെ പങ്കാളികളും ലോഡ്ജ് ജീവനക്കാരുമാണ് നിലവിൽ അറസ്റ്റിലായ 3 പേരിൽ 2 പ്രതികളും. പെൺകുട്ടികളെ മർദ്ദിച്ച ശേഷം ഒളിവിൽ പോയ അക്ബറിനെയും മറ്റു പ്രതികളെയും ഇതുവരെയും പിടികൂടാനായിട്ടില്ല. ന്യൂസ് 18 കൊച്ചി. മോഡലിംഗിൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് പെൺകുട്ടികളെ കെണിയിൽ വീഴ്ത്തുന്ന സംഘത്തിന് പിന്നിൽ ആരാണ്? ആ റാക്കറ്റിനെ നിയന്ത്രിക്കുന്നതും സഹായമൊരുക്കുന്നതും ഗുണ്ടാ സംഘങ്ങളാണോ? ഇരകളെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ ഗുണ്ടാ നേതാവിനെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കേസ് അട്ടിമറിക്കാനും പരാതിക്കാരിയെ പിന്തിരിപ്പിക്കാനും ഗുണ്ടാ സംഘങ്ങളുടെ സഹായം തേടിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നീക്കം. വിദേശത്തേക്ക് കടന്ന കേസിലെ പ്രധാന പ്രതികളെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. മോഡലിംഗ് സെക്സ് റാക്കറ്റ് കേസിൽ പരാതി നൽകിയതിന് പിന്നാലെ യുവതിക്ക് നേരെ വധഭീഷണി അടക്കമുണ്ടായതായാണ് വിവരം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രാദേശിക ഗുണ്ടാ സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ഗുണ്ടാ നേതാവ് ഔറംഗസേബ് പ്രതി അലീനയുടെ കൂട്ടാളിയാണ്. ഇയാളാണ് പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയത്. പരാതിയുമായി മുന്നോട്ടു പോയാൽ ജീവിതം തന്നെ അപായപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് ഇവർ പരാതി നൽകുന്നത്. പ്രതികളുടെ ഗുണ്ടാബന്ധങ്ങൾ നേരത്തെ തന്നെ ഭീഷണി സന്ദേശങ്ങളായി പുറത്തു വന്നിരുന്നു. അതിനിടെയാണ് രേഖാമൂലം പരാതി പോലീസിന് ലഭിക്കുന്നത്. കേസിൽ ഉൾപ്പെട്ട നിരവധി പ്രധാന സൂത്രധാരന്മാർ നിലവിൽ വിദേശത്താണുള്ളത്. ഇവരെ ഇന്റർപോളിന്റെ അടക്കം സഹായത്തോടെ നാട്ടിലെത്തിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് അടക്കമുള്ള നിയമ നടപടികൾ പോലീസ് വേഗത്തിലാക്കിയിട്ടുണ്ട്. വിദേശത്തുള്ള പ്രതികളെ ഉടൻ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. ആ കേസിൽ നമുക്ക് എവിഡൻസ് ഇപ്പോൾ നമുക്ക് അറിഞ്ഞതാണ്. മറ്റേ 2 ആൾക്കാർ പുറത്തുമുണ്ട്. സോ അവരെ നമുക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നുണ്ട്. പിന്നെ അവരും ദേ ആർ ഓൾസോ ട്രൈങ് ടു കുറച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. സോ അത് അവരുടെ ഭാഗമായിട്ട് പറയരുതാണ്. ബട്ട് അന്വേഷണത്തിന് അത് ഒരിക്കലും ബാധിക്കില്ല. സോ അത് ഡിസ്റ്റർബ് ചെയ്യാനുള്ള രീതിയിൽ ആരെയും ത്രിട്ടനായിട്ടുള്ള രീതിയിൽ ഒരു ലൈൻ ക്രോസ് ചെയ്ത് പോയാൽ കൃത്യമായിട്ട് നടപടി ഉണ്ടാകും. നിലവിൽ 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേരെയാണ് പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അന്വേഷണം വ്യാപിപ്പിക്കുന്നത് മോഡലിംഗ് രംഗത്ത് അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത പെൺകുട്ടികളെ കെണിയിൽ വീഴ്ത്തുന്ന വൻ റാക്കറ്റാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. പിടിയിലായ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെയും നിലവിൽ നിരീക്ഷണത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളിൽ നിന്നുള്ള വിവരശേഖരണത്തിലൂടെയും കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നാണ് സൂചന. കൂടുതൽ പെൺകുട്ടികൾ ഈ റാക്കറ്റിന്റെ ഇരകളായിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് ഗൗരവമായി പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ ശ്രദ്ധയ്ക്ക്
നിങ്ങൾ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ടെലിഗ്രാമും ഉപയോഗിക്കുന്നവരാണോ? അപരിചിതരായ ആളുകളുമായി സൗഹൃദം കൂടുമ്പോൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ പല കെണികളിലും വീഴാം. തിരുവനന്തപുരം വർക്കലയിലെ +2 വിദ്യാർത്ഥിനി ചതിയിൽപ്പെട്ടത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ്. തമിഴ്നാട് സ്വദേശിയായ യുവാവ് പ്രണയം നടിച്ച് പിന്നീട് അവളെ കടത്തിക്കൊണ്ടുപോയി ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു. 2025 നടന്ന സംഭവത്തിൽ പ്രതിയൊടുവിൽ പിടിയിലായിരിക്കുന്നു. ധർമ്മപുരി സ്വദേശി ശക്തിവേലിനെ അയ്യൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. സമൂഹമാധ്യമത്തിലൂടെ പെൺകുട്ടിയുമായി സൗഹൃദത്തിലായ പ്രതി വിവാഹ വാഗ്ദാനം നൽകി കുട്ടിയെ കടത്തിക്കൊണ്ടുപോവുകയും ഇയാളുടെ സഹോദരിയുടെ വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു. പെൺകുട്ടിയെ കാണാതായതോടെ വീട്ടുകാർ അയ്യൂർ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നതിനിടയിൽ പ്രതി പെൺകുട്ടിയുമായി കേരളത്തിലെത്തി. തുടർന്ന് പോലീസിന്റെ പിടിയിലാവാതിരിക്കാൻ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു. അയ്യൂർ പോലീസ് തമിഴ്നാട്ടിലെത്തി അന്വേഷണം നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായിരുന്നില്ല. അയ്യൂർ SHO ഒ മോഹൻദാസിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ തെരച്ചിലിൽ തിരുവണ്ണാമലയ്ക്ക് സമീപമുള്ള ക്വാറിയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ അതിസാഹസികമായി പിടികൂടുകയായിരുന്നു. ധർമ്മപുരി ബൈനായിക്കർപ്പെട്ടി സ്വദേശിയാണ് പിടിയിലായ 21-കാരൻ ശക്തിവേൽ. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സബ് ഇൻസ്പെക്ടർ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിനു, ശ്രീദേവി, നൂർ അമീൻ, വിഷ്ണു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും ജയിലുകളിലും മനുഷ്യരുടെ ചോര മണക്കുന്നുണ്ട്. നിരപരാധികൾ മുതൽ കുറ്റവാളികൾ വരെയും പോലീസിന്റെ ചവിട്ടും മർദ്ദനവുമേറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തെ ജയിലുകളിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? തടവുകാരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയുന്ന നാട്ടിൽ കസ്റ്റഡി മർദ്ദനവും ജയിലുകളിലെ മരണവുമൊക്കെ നിത്യസംഭവമായി മാറുന്നു. തൃശൂർ ജില്ലാ ജയിലിൽ മർദ്ദനത്തെ തുടർന്ന് മരണമെന്ന് പരാതി. റിമാൻഡ് പ്രതി തൃശൂർ ചിറ്റിശ്ശേരി സ്വദേശി രേഷ് ബാബുവിൻ്റെ മരണത്തിലാണ് കുടുംബം ആരോപണമുയർത്തുന്നത്. ഇക്കഴിഞ്ഞ 26-നാണ് ജില്ലാ ജയിലിൽ തലകറങ്ങി വീണതിനെ തുടർന്ന് രേഷിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. എന്നാൽ മർദ്ദനമല്ല മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴിഞ്ഞ മാസം 17-ന് തൃശൂർ നഗരത്തിൽ ഒരാളെ തടഞ്ഞു നിർത്തി പണം കവർന്നെന്ന കേസിലാണ് പോലീസ് രേഷ് ബാബുവിനെ അറസ്റ്റ് ചെയ്തത്. 4 പേർ സംഘത്തിലുണ്ടായിരുന്നുവെന്നാണ് പോലീസ് അറിയിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യം പോലീസിന്റെ പക്കലുണ്ട്. എന്നാൽ ദൃശ്യത്തിൽ രേഷ് ബാബു താഴെ നിന്ന് എന്തോ എടുക്കുന്നതായി മാത്രമേ കാണുന്നുള്ളൂ എന്ന് കുടുംബം പറയുന്നു. ആ കേസിൽ റിമാൻഡിലായ പ്രതിയെ കഴിഞ്ഞ മാസം 26-ന് വിയ്യൂർ ജില്ലാ ജയിലിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. രേഷിന്റെ ശരീരത്തിൽ മർദ്ദനത്തിന് സമാനമായ പാടുകളുണ്ടെന്ന് കുടുംബം ആരോപിച്ചതോടെ പോലീസ് സംശയ നിഴലിലായിരിക്കുകയാണ്. രേഷ് മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്ന് കുടുംബം പറയുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്നയാളെ റിമാൻഡ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പോലീസ് പാലിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. കേസിൽ FIR ഇട്ടതിനു ശേഷമാണ് രേഷ് ബാബുവിന്റെ കുടുംബത്തെ പോലീസ് വിവരം അറിയിച്ചത്. പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് ഉയരുന്ന ആരോപണം. എന്നാൽ ആരോപണം തള്ളിയ ജയിൽ അധികൃതർ രേഷിന് മർദ്ദനമേറ്റിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 തൃശൂർ. പൊതുനിരത്തിൽ നിയമലംഘനങ്ങൾ കാണിക്കുന്നത് മലയാളിയുടെ ഒരു പൊതുശീലമാണ്. അതുമാത്രമല്ല, പിന്നീട് നാട്ടുകാരുടെ നെഞ്ചത്തും കയറും. ഇപ്പോൾ വാഹനവുമായി പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ്. റോഡിലൂടെ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾ, ഓവർടേക്കിങ്ങിൻ്റെയും ഹോണടിച്ചതിൻ്റെയും പേരിലുള്ള ആക്രമണങ്ങൾ. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ അഭിഭാഷകനെ മർദ്ദിച്ചത് വാഹനം പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെയാണ്. ആറ്റിങ്ങൽ കോടതിയിലെ അഭിഭാഷകൻ സഞ്ജീഷിനാണ് മർദ്ദനമേറ്റത്. കടയ്ക്കാവൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനായ ശ്രീജിത്തും മർദ്ദിച്ചെന്നാണ് പരാതി.
ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. കടയ്ക്കാവൂർ പോലീസ് സ്റ്റേഷനിലെ ശ്രീജിത്ത് ആറ്റിങ്ങലിലെ പോലീസ് ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. ആറ്റിങ്ങൽ കോടതിയിലെ അഭിഭാഷകനായ സജീഷ് പോലീസ് ക്വാർട്ടേഴ്സിന് മുന്നിൽ വാഹനം പാർക്ക് ചെയ്ത ശേഷം വാഹനത്തിനുള്ളിൽ നിന്നും സാധനങ്ങൾ എടുക്കുന്നതിനിടെ സ്ഥലത്തെത്തിയ ശ്രീജിത്ത് വാഹനം മാറ്റിയിടാൻ ആവശ്യപ്പെട്ടു. സാധനം എടുത്ത ശേഷം മാറ്റാമെന്ന നിലപാടിലായിരുന്നു അഭിഭാഷകൻ. തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. ഒരു പ്രകോപനമില്ലാതെ ഈ ക്വാർട്ടേഴ്സിൽ തന്നെ താമസിക്കുന്ന അന്വേഷണപ്പോൾ അറിഞ്ഞത് ശ്രീജിത്ത് എന്നാണ് കടയ്ക്കാവൂർ പോലീസ് സ്റ്റേഷനിൽ. ഇദ്ദേഹം എന്നെ പിന്നിൽ നിന്നും ചീത്ത വിളിച്ചുകൊണ്ട് വണ്ടി എടുത്ത് മാറ്റണമെന്നും പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കുകയും തിരിച്ച് ഞാൻ അപ്പോൾ തന്നെ വണ്ടി മാറ്റി തരാമെന്ന് അയാളോട് ഞാൻ പറയുകയും ചെയ്തു. തുടർന്ന് എൻ്റെ ശരീരത്തിൽ ഈ വലത് ഭാഗത്തായിട്ട് കൈകൊണ്ട് ഇറുക്കി വേദനിപ്പിച്ചു. എന്നെ 2 തവണ എന്നെ അങ്ങനെ വേദനിപ്പിച്ചു. തുടർന്ന് ഞാൻ പോലീസിനെ വിളിക്കുമെന്നും പറഞ്ഞു. പോലീസിനെ വിളിച്ചിട്ട് ഇനി വണ്ടി മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ കയ്യിലിരുന്ന ഹെൽമെറ്റ് കൊണ്ട് എന്നെ അടിക്കാനായിട്ട് പോകി. അപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറിയത് കൊണ്ട് എൻ്റെ തോളിൽ കൊണ്ട്. അപ്പോൾ അതിനായിട്ട് ഇപ്പം പരാതി കൊടുക്കാനായിട്ട് ഞാനും ആറ്റിങ്ങൽ ബാർ അസോസിയേഷനിലെ ആൾക്കാരുമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സംഭവത്തിന് ശേഷം തൊട്ടടുത്ത് തന്നെയുള്ള ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ സജീഷ് എത്തിയെങ്കിലും പോലീസ് പരാതി സ്വീകരിച്ചില്ല എന്ന ആരോപണമുണ്ട്. തുടർന്ന് അഭിഭാഷകർ സംഘടിച്ചെത്തി പരാതി സ്വീകരിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. പോലീസ് തയ്യാറാകാത്തതിനെ തുടർന്ന് അഭിഭാഷകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. പോലീസ് പരാതി സ്വീകരിക്കുകയും സജീഷിന്റെ മൊഴിയെടുക്കുകയും ചെയ്തതിനെ തുടർന്നാണ് അഭിഭാഷകർ പിരിഞ്ഞുപോയത്. അഭിഭാഷകനാണ് പ്രശ്നമുണ്ടാക്കിയതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ വാദം. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ആറ്റിങ്ങൽ. പാലക്കാട് IIT-യിൽ വിദ്യാർത്ഥിനിയെ ആക്രമിച്ച കേസിൽ 3 മാസത്തോളം പ്രതിക്ക് വേണ്ടി പോലീസ് ഇരുട്ടിൽ തപ്പി. ആരാണ് അക്രമിയെന്നോ അയാളുടെ ഉദ്ദേശം എന്തായിരുന്നെന്നോ കണ്ടെത്താൻ പോലും കഴിയാതിരുന്നത് സേനയ്ക്ക് വലിയ നാണക്കേടായി. ഫെബ്രുവരി 23-ന് നടന്ന ആക്രമണത്തിൽ പ്രതി ഒടുവിൽ പിടിയിലായിരിക്കുന്നു. കൊൽക്കത്ത സ്വദേശി സുമനെ നാളുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കസബ പോലീസ് പിടികൂടിയത്. IIT ക്യാമ്പസിൽ വെച്ചാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി അശ്വിനിക്ക് നേരെ ആക്രമണമുണ്ടായത്. ഫെബ്രുവരി 23 രാത്രിയായിരുന്നു ആക്രമണം. രാത്രി 8:30യോടെ അക്കാഡമിക് ബ്ലോക്കിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് സുഹൃത്തുക്കൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ നടന്നു പോവുകയായിരുന്നു അശ്വിനി കണ്ണൻ. മറ്റു വിദ്യാർത്ഥികൾക്ക് പിന്നാലെ നടക്കുകയായിരുന്ന അശ്വിനിയെ ഇരുട്ടിന്റെ മറവിലെത്തിയാൽ തലക്കടിച്ചു വീഴ്ത്തുകയായിരുന്നു. അശ്വിനിയുടെ നിലവിളി കേട്ട് സഹപാഠികൾ ഓടിയെത്തുമ്പോൾ തലയിൽ നിന്ന് രക്തം വാർന്ന് അബോധാവസ്ഥയിലായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അശ്വിനിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണം നടന്ന സ്ഥലത്ത് CCTV ക്യാമറകളും വെളിച്ചവുമില്ലാത്തത് അന്വേഷണത്തിന് വെല്ലുവിളിയായിരുന്നു. തുടർന്ന് ക്യാമ്പസിലെ നിർമ്മാണ ജോലികൾക്കായി എത്തിയ അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് നടത്തിയ പോലീസ് അന്വേഷണമാണ് വഴിത്തിരിവായത്. ആക്രമണത്തിന് ശേഷം അതിഥി തൊഴിലാളിയായ സുമൻ പാലക്കാട്ട് നിന്നും മുങ്ങിയതായി പോലീസ് കണ്ടെത്തി. ഒളിവിലായിരുന്ന സുമനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കൊൽക്കത്തയിൽ നിന്ന് പ്രതിയെ പിടികൂടിയത്. പാലക്കാട് കസബ പോലീസ് കൊൽക്കത്തയിലെത്തി ഒരാഴ്ച നീണ്ട തിരച്ചിലിനൊടുവിലാണ് പ്രതിയെ സാഹസികമായി പിടികൂടിയത്. പാലക്കാട്ടെത്തിച്ച പ്രതി സുമനെ ഉന്നത പോലീസ് സംഘം ചോദ്യം ചെയ്തു. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 പാലക്കാട്. മലയാള സിനിമയിൽ റെക്കോർഡ് കളക്ഷൻ നേടിയെന്ന മഞ്ഞുമൽ ബോയ്സിന്റെ അണിയറ പ്രവർത്തകരുടെ അവകാശവാദം പച്ചക്കള്ളമായിരുന്നു. യഥാർത്ഥത്തിൽ ആ സിനിമയുടെ മറവിൽ നടന്നത് കള്ളപ്പണ ഇടപാടുകളാണോ? മഞ്ഞുമൽ ബോയ്സ് 200 കോടി നേടിയിട്ടില്ലെന്നും 100 കോടിക്കടുത്ത് മാത്രമേ ലഭിച്ചുള്ളൂവെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ നടൻ സൗബിൻ ഷാഹിർ അടക്കം 3 പേരെ പ്രതി ചേർത്തിട്ടുണ്ട്. നിർമ്മാതാക്കൾക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ് കുറ്റപത്രത്തിലുള്ളത്. രേഖകളിലെ കണക്ക് പ്രകാരം മഞ്ഞുമ്മൽ ബോയ്സ് 200 കോടി നേടിയിട്ടില്ലെന്നും 100 കോടിക്കടുത്ത് മാത്രമേ ലഭിച്ചു എന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ നിർമ്മാതാക്കൾ നടത്തിയത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തുള്ള തട്ടിപ്പായിരുന്നു. സിനിമയുടെ നിർമ്മാണത്തിനായി പ്രതികൾ പണം മുടക്കിയിട്ടില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. 1000 പേജുള്ള കുറ്റപത്രം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചു. നടൻ സൗബിൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരാണ് കേസിലെ പ്രതികൾ.
സിനിമയുടെ ലാഭത്തിന്റെ 40% നൽകാമെന്ന് വാഗ്ദാനം നൽകി പ്രതികൾ 7 കോടി രൂപ നിക്ഷേപിച്ച ശേഷം മുതൽ മുടക്കോ ലാഭമോ നൽകിയില്ലെന്നാണ് അരൂർ സ്വദേശി സിറാജ് നൽകിയ പരാതിയിൽ പറയുന്നത്. മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിശ്വാസവഞ്ചന, ചതി, ഗൂഢാലോചന, ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് തട്ടിപ്പ് നടത്തൽ പ്രകാരമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കേസിൽ പ്രതികൾക്ക് നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികളിൽ ഒരാളായ ബാബു ഷാഹിർ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. ഈ തെരഞ്ഞെടുപ്പിൽ CPM എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യമുണ്ടല്ലേ? അതിന് പല കാരണങ്ങൾ കാണാം. സഖാക്കളുടെ ധിക്കാരം, ഭരണകൂട ഭീകരത, പട്ടിയെ പേപ്പട്ടിയാക്കിയും നിരപരാധിയെ കുറ്റവാളിയാക്കിയുമുള്ള നുണക്കഥകൾ, ഒരാളെ മരണത്തിനിട്ടുകൊടുത്തിട്ടും കള്ളനും അഴിമതിക്കാരനുമാക്കിയ കുപ്രചരണങ്ങൾ. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കുടുംബനീതിക്ക് വേണ്ടി പലതവണ യാചിച്ചതാണ്. അധികാരികളോട് അപേക്ഷിച്ചിട്ടുണ്ട്. ഈ പോലീസിൽ അവർക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞതാണ്. ഒടുവിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ കണ്ണീർ കണ്ടു. ഒടുവിൽ CBI അന്വേഷണത്തിന് ശുപാർശയും. നവീൻ ബാബുവിൻ്റെ മകൾക്ക് ആശ്രിത നിയമനം നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. ADM മരണം സംബന്ധിച്ച അന്വേഷണം CBIക്ക് വിടാനും മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനുമാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് സർക്കാർ തീരുമാനം. കേസിൽ നിലവിൽ സമർപ്പിച്ച കുറ്റപത്രം അനുസരിച്ച് CPM നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ PP ദിവ്യ മാത്രമാണ് പ്രതി. കേസ് CBIക്ക് വിടാനുള്ള നീക്കത്തെ CPM എതിർത്തിരുന്നു. നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ പരസ്യമായി അധിക്ഷേപിച്ചതിന് പിന്നാലെയായിരുന്നു ആത്മഹത്യ. CBI അന്വേഷണത്തിൽ നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കുടുംബം. ആദ്യം തന്നെ കടപ്പാടാണ്. അതുപോലെ നമ്മുടെ ഘട്ടങ്ങളിലെല്ലാം ഞങ്ങളോടൊപ്പം നിന്ന് കേരളത്തിലെ മുഴുവൻ നാനാതുറയിൽപ്പെട്ട ആൾക്കാർക്ക് എല്ലാവരും സപ്പോർട്ടിന് നന്ദി അറിയിക്കുന്നു. എല്ലാ CBIയുടെ കോഴ്സുകളെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും ഒക്കെ എല്ലാവർക്കും അറിവുള്ളതാണ്. അവരുടെ പരിപാടികളിൽ നിന്നുള്ള വളരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമഗ്രമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ശാസ്ത്രീയമായ അന്വേഷണം തന്നെ നടത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനിടെ PP ദിവ്യയെ അനുകൂലിച്ചും നവീൻ ബാബുവിനെ വിമർശിച്ചും പത്തനംതിട്ടയിലെ CPM നേതാവ് രംഗത്തെത്തി. നവീൻ ബാബു ജീവനൊടുക്കിയത് കുറ്റബോധം കൊണ്ടെന്നാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PB ഹർഷകുമാറിന്റെ വിമർശനം. മാനസികമായി ചില കാര്യങ്ങളെ താങ്ങാൻ കഴിവില്ലാത്ത ഒരാള്, അയാളുടെ മാനസിക ദൗർബല്യം കൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തതിന് PP ദിവ്യ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊടുക്കുന്നത്. അതേസമയം ഹർഷകുമാറിന്റെ പരാമർശത്തെ തള്ളി CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം രംഗത്തെത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടുകൾ, ആ നിലപാടുകളാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കേരള ജനത അംഗീകരിച്ച നിലപാടാണ്. ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. അത് സംബന്ധിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന കേസ്, ആ കേസിനകത്ത് എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇനിയും യാതൊരു കാര്യവും പുറത്തു വന്നിട്ടുമില്ല. CPMനെ ഏറെ പ്രതിസന്ധിയിലാക്കിയ കേസിന്റെ അന്വേഷണം CBI ഏറ്റെടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം, പത്തനംതിട്ട. സംസ്ഥാനത്ത് ലഹരി മാഫിയകൾക്കെതിരെ പോലീസ് നടപടി ശക്തമാകുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേരെ അറസ്റ്റ് ചെയ്തു. MDMA ഉൾപ്പെടെ മാരക മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. ആകെ 340 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കൊച്ചി നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വൻ പോലീസ് സന്നാഹമാണ് റെയ്ഡ് നടത്തിയത്. കണ്ണൂർ പയ്യന്നൂരിൽ ജ്യോതിശാലയത്തിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. മലപ്പുറത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച MDMAയും കണ്ടെടുത്തിട്ടുണ്ട്. 2 ദിവസങ്ങളിലായി കൊച്ചി സിറ്റി പോലീസ് പരിധിയിൽ 130ഓളം കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം മിന്നൽ പരിശോധന നടത്തിയത്. ലഹരി വിൽപ്പനക്കാരെയും ഇടപാടുകാരെയും കേന്ദ്രീകരിച്ച് നടത്തിയ നീക്കത്തിൽ 60ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. വിവിധ സ്റ്റേഷൻ പരിധികളിൽ നിന്നായി ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് 41 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഇതിൽ പലരും മുമ്പ് ലഹരി കേസുകളിൽപ്പെട്ടവരും അന്തർ സംസ്ഥാന ലഹരി ശൃംഖലകളിലെ കണ്ണികളുമാണെന്നാണ് സൂചന. രാസലഹരിയും ആഡംബരക്കാറും പിടിച്ചെടുത്തിട്ടുണ്ട്. ലഹരിമരുന്ന് കടത്താനായാണ് പ്രതികൾ ആഡംബരക്കാർ ഉപയോഗിച്ചത്. വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന ലഹരിമരുന്നാണ് പിടിച്ചെടുത്തത്. ഗോവ, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നാണ് കൊച്ചിയിലേക്ക് പ്രധാനമായും
വഴിയായി മാരക ലഹരി വസ്തുക്കൾ എത്തുന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നഗരത്തിലെ രാത്രികാല പാർട്ടികളും DJ പരിപാടികളും കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം കൂടുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ പരിശോധന കടുപ്പിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ അറിയിച്ചു. ഈ തുഫാനുടെ കോമ്പോണന്റ് ഡിറ്റക്ഷൻ മാത്രമല്ല, മുഖ്യമായിട്ട് ആ കേസുകളെ മുൻകൂട്ടി കൊണ്ടുപോയിട്ട് കൺവിക്ഷൻ വരെ കൊണ്ടുപോകണം. അതൊക്കെ ഒരു കോമ്പോണന്റ് അതിനുടെ ഭാഗമായിട്ടുണ്ട്. പിന്നെ സപ്ലൈ സൈഡ് ആരാണ് ഉപയോഗിക്കാത്ത ആൾക്കാരുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി ഒരു അവയർനെസ്, അതൊക്കെ ഒരു സെപ്പറേറ്റ് കോമ്പോണന്റ് ഉണ്ട്. അതിനോട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് മുൻകൂട്ടി പുറത്തുണ്ട്. മലപ്പുറം കൊണ്ടോട്ടിയിൽ വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച MDMAയുമായാണ് യുവാവ് പിടിയിലായത്. കരിപ്പൂർ സ്വദേശി അസ്വാഖാണ് പിടിയിലായത്. 16 ഗ്രാം MDMAയും ലഹരിമരുന്ന് തൂക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസും പിടിച്ചെടുത്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവ് പിടികൂടി. ഒഡീഷ സ്വദേശികളായ മുനിബാർ ദിഗാൽ, അന്തതല ബഹേര എന്നിവരുടെ ബാഗുകളിൽ നിന്നാണ് 14 കിലോയോളം കഞ്ചാവ് കണ്ടെത്തിയത്. കണ്ണൂർ പയ്യന്നൂരിൽ ജ്യോതിഷാലയത്തിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുത്തു. ജ്യോതിഷാലയ നടത്തിപ്പുകാരനായ ശ്രീനാഥ് P എന്നയാൾക്കെതിരെ പയ്യന്നൂർ പോലീസ് കേസെടുത്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ചുമരലമാരയിൽ പ്ലാസ്റ്റിക് കവറിലാക്കി സൂക്ഷിച്ച നിലയിലാണ് 5.77 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തത്. തളിപ്പറമ്പ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ ബ്രൗൺ ഷുഗറുമായി അസം സ്വദേശികളായ ഇജാജുൽ ഹഖ്, നാസിറുദ്ദീൻ, കടമ്പേർ സ്വദേശി അമൽ കെട്ടി എന്നിവർ പിടിയിലായി. പയ്യാവൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ വയനാട് സ്വദേശി വിഷ്ണു KVയെ കസ്റ്റഡിയിലെടുത്തു. പയ്യന്നൂരിൽ MDMAയുമായി തൃക്കരിപ്പൂർ സ്വദേശി നാസിഫ് അബൂബക്കർ പിടിയിലായി. പഴയങ്ങാടിയിൽ 3 പേരെ കഞ്ചാവുമായി പോലീസ് അറസ്റ്റ് ചെയ്തു. മാട്ടൂർ സ്വദേശികളായ അസ്മൽ CMK, മുഹമ്മദ് ഫവാസ്, മുഹമ്മദ് സഫീർ എന്നിവരാണ് അറസ്റ്റിലായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നിങ്ങൾ ദൂരയാത്ര പോകുമ്പോൾ സ്വർണവും പണവും വീട്ടിൽ സൂക്ഷിക്കരുതെന്ന് പോലീസ് എപ്പോഴും മുന്നറിയിപ്പ് നൽകുന്നതാണ്. കാരണം കവർച്ചാ സംഘങ്ങൾ നാട്ടിൽ സജീവമാണ്. കണ്ണൂർ പയ്യന്നൂരിൽ പൂട്ടിയിട്ട വീട്ടിൽ നിന്നും 8 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു. കണ്ടങ്കാളി സ്വദേശി മധുസുന്ദറിൻ്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീട് കുത്തി തുറന്ന് അകത്ത് കയറിയ മോഷ്ടാക്കൾ കിടപ്പ് മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് അപഹരിച്ചത്. മധുസൂദനന്റെ ഭാര്യയുടെ ചികിത്സാവശ്യങ്ങൾക്കായി ഇരുവരും കഴിഞ്ഞ 2.5 മാസത്തോളമായി മംഗലാപുരത്തായിരുന്നു താമസം. ഈ സമയത്താണ് വീട് പൂട്ടിയിട്ടത് മനസ്സിലാക്കി മോഷ്ടാവ് കവർച്ച നടത്തിയത്. വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ സമീപവാസികളാണ് വിവരം മംഗലാപുരത്തുള്ള മധുസൂദനനെ ഫോണിലൂടെ അറിയിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. നെക്ലസ്, ബ്രേസ്ലെറ്റ്, 2 ജോഡി കമ്മലുകൾ, 4 മോതിരങ്ങൾ എന്നിവയുൾപ്പെടെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 8 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. ഇന്നലെയാണ് നെയ്ബേഴ്സിൽ നിന്ന് കോൾ വന്നത്, വീട്ടിൻ്റെ വാതിൽ പൊളിച്ചിട്ട് കാണുന്നുണ്ട്, തുറന്നു കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഇവിടെ ഞാൻ എന്തായിരിക്കണം എന്നാൽ ഇന്ന് രാവിലെ പുറപ്പെട്ടു മംഗലാപുരം. അന്ന് നോക്കുമ്പോഴേക്ക് സംഗതി കറക്റ്റ്, വീട് പൊളിച്ചിട്ട് ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എല്ലാം വലിച്ച് വിതറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. സംഭവത്തിൽ മധുസൂദനന്റെ പരാതിയിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കണ്ണൂരിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി വീടിലും പരിസരത്ത് നിന്നുമായി തെളിവുകൾ ശേഖരിച്ചു. ഈ വീടിന് തൊട്ടടുത്തുള്ള മറ്റൊരു വീട്ടിലും മോഷണശ്രമം നടന്നിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുപോയ വാഹനങ്ങളും പരിസരത്തെ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 പയ്യന്നൂർ. ഒരിടവേളയ്ക്ക് ശേഷം കള്ളനോട്ട് സംഘങ്ങൾ നാട്ടിൽ സജീവമാവുകയാണ്. തിരുവനന്തപുരം പാറശാലയിൽ വ്യാജനോട്ടുമായി 3 പേർ പിടിയിലായി. സിനിമാ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന നോട്ടുകളെന്നാണ് പ്രതികളുടെ മൊഴി. സംഭവത്തിൽ വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. നോട്ടിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതിന് പകരം ചിൽഡ്രൻസ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വ്യാജനോട്ടുകളുമായി ബംഗളൂരിൽ നിന്നെത്തിയ 3 പേരെയാണ് പാറശാല പോലീസും ഡാൻസാർ സംഘവും ചേർന്ന് പിടികൂടിയത്. ബാലരാമപുരം ഭഗവതിനട സ്വദേശികളായ 31-കാരൻ സജി, 34 വയസ്സുള്ള അബി എന്ന അച്ചു, പൂന്തറ സ്വദേശി 40-കാരൻ അഷ്ടമൻ പോറ്റി എന്നിവരാണ് പിടിയിലായത്. 1 ലക്ഷം രൂപ നൽകിയാൽ 10 ലക്ഷം രൂപയുടെ വ്യാജനോട്ട് ലഭിക്കുമെന്ന് അഷ്ടമൻ പോറ്റിയെ വിശ്വസിപ്പിച്ച് സജിയും അച്ചുവും ചേർന്ന് ബംഗളൂരിലെത്തിച്ചെന്നാണ് പോലീസ് പറയുന്നത്. ഇങ്ങനെ ലഭിച്ച വ്യാജ 500 രൂപ നോട്ടുകളുമായി തിരുവനന്തപുരത്തേക്ക് കാറിൽ വരുമ്പോൾ പാറശാല പവതിയാൻ വിളയിൽ നടന്ന പോലീസ് പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. നോട്ടിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതിന് പകരം ചിൽഡ്രൻസ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നും ഫോർ പ്രൊജക്ഷൻ പർപ്പസ് ഒള്ളി എന്നുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിടിയിലായ അച്ചു പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് മുമ്പ് 2.5 കോടി രൂപയുടെ കള്ളനോട്ടുമായി പിടിയിലായിട്ടുണ്ട്. പാറശാല പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു.
ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഏതു മനുഷ്യരുടെ ജീവിതത്തിലും തെറ്റുകൾ സംഭവിക്കാം, വീഴ്ചകൾ ഉണ്ടാകാം. എന്നാൽ തെറ്റുപറ്റിപ്പോയെന്ന തിരിച്ചറിവാണ് ഏറെ പ്രധാനം. ചില സൗഹൃദങ്ങളും ബന്ധങ്ങളും അങ്ങനെയാണ്, ദാമ്പത്യ ജീവിതം പോലും തകർത്ത് കളയും. തിരുവനന്തപുരം നാലാഞ്ചിറയിലെ ഹസീനയുടെയും സുരേഷിൻ്റെയും കുടുംബ ബന്ധം തകർത്തത് വഴിവിട്ട സൗഹൃദമാണ്. അയാൾ പലതവണ അവൾക്ക് തിരിച്ചു വരാൻ അവസരം നൽകി, അതും 4 മക്കളെ ഓർത്ത്. പക്ഷേ ഹസീനയുടെ വഴിവിട്ട ജീവിതം അയാളുടെ മനോനില തന്നെ തകർത്തു. ഒടുവിൽ കുട്ടികളുടെ മുന്നിൽ വെച്ച് സുരേഷ് ഭാര്യയെ കൊലപ്പെടുത്തുന്നു. ഒടുവിൽ അയാളുടെ ആത്മഹത്യയും. വിവാഹേതര ബന്ധങ്ങളിൽ തിരിച്ചുവരവ് ഏറെക്കുറെ അസാധ്യമാണ്. വിവാഹമോചനം, കുട്ടികളുടെ ഭാവി, ബന്ധുക്കൾക്കുണ്ടാകുന്ന അപമാനം എന്നിവയെല്ലാം ആരും ഓർക്കാറില്ല. എന്നാൽ ഇതുപോലെ വഴിവിട്ട സൗഹൃദങ്ങളും ബന്ധങ്ങളും ദുരന്തത്തിൽ കലാശിക്കുമെന്ന തിരിച്ചറിവെങ്കിലും ഉണ്ടാകണം കേട്ടോ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.